പ്രേമഭാചനത്തിന് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? നമ്മൾ ഒരാളെ സ്നേഹിച്ചു പോയാൽ പിന്നെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടൂലേ? അവര് ഉറങ്ങിയോ, അവര് ഭക്ഷണം കഴിച്ചോ, അവര് വെള്ളം കുടിച്ചോ, അവരെങ്ങനെയാണ് സുഖമായിരിക്കുന്നോ? ഈ ഒരു ചിന്തയിൽ പിന്നെ നമ്മളുടെ ഉറക്കം മുഴുവനും കെട്ടുപോകുമല്ലോ. പിന്നെ നമുക്ക് ഭക്ഷണം ഇറങ്ങാതെ വരുമല്ലോ. പലപ്പോഴും വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമല്ലോ. കാരണം ഹൃദയത്തിന്റെ ഉള്ളറകളിൽ മുഴുവനും സ്നേഹിക്കുന്നവരാണ്, പ്രേമിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാ. ഈ പെണ്ണിന്റെയും അവസ്ഥ അത് തന്നെ. പാതിരാത്രി ഉറക്കമുളച്ചിരുന്നിട്ട് പറയാൻ തുടങ്ങി, അത്ഭുതം അത്ഭുതം, എങ്ങനെയാണ് പ്രേമഭാചനത്തിന് ഉറങ്ങാൻ കഴിയുക? ഉറക്കം വരൂലല്ലോ ഒരു സ്നേഹിതനെ തന്റെ സ്നേഹിതയെ ഓർക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഉറക്കം മാറ്റി വെച്ചു എന്ന് പറഞ്ഞു ആ പെണ്ണ് കാമിക്കാൻ തുടങ്ങി, ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആരെയാണ് പ്രേമിച്ചതെന്നറിയോ? സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവാധിനാഥനായ സർവഗുണസമ്പൂർണനായ സർവജ്ഞനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെയാണ് പ്രണയിച്ചത്. ആ പെൺകുട്ടിയാണ് തുടക്കത്തിൽ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളിലേക്ക് പോകുന്ന ചെറുപ്പക്കാർക്ക് കള്ളൊഴിച്ചു കൊടുത്തിട്ട് നിശാ ക്ലബ്ബുകളിൽ പാട്ടുപാടിയിരുന്ന പെണ്ണ്. ആ പെണ്ണിന്റെ പേരും ഞാൻ ഇവിടെ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ചുണ്ടുകളിൽ തട്ടിക്കളിക്കുന്നത് റളിയല്ലാഹു അൻഹയാ. ആരാണ് ആ പെണ്ണെന്നറിയോ? ബീബി റാബിയത്തുൽ അദബിയ. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കറുത്ത അധ്യായങ്ങൾ കാണുമ്പോൾ അവന്റെ ഭാവി നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചു പോയ ചെറുപ്പക്കാരാ, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവരെ ഇല്ല. പടച്ചവൻ പറയുന്നു, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, നിങ്ങൾ എന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ എന്ത് ചെയ്താലും അല്ലാഹുവിലേക്ക് മടങ്ങുക. പക്ഷെ അത് ആവർത്തിക്കരുത്, ദുനിയാവിലൊരു പ്രതി കുറ്റം സമ്മതിച്ചാൽ ശിക്ഷ ഉറപ്പ്, അള്ളാന്റെ മുമ്പിലാണെങ്കിൽ രക്ഷ ഉറപ്പ്. മാത്രമല്ല, അള്ളാനെ പേടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ആനയെ പേടിയാണ്, ചില ആളുകൾക്ക് ആനയുടെ പടം കണ്ടാൽ പേടിയാണ്, ചിലർക്ക് കുഴിയാനയെ കണ്ടാൽ തന്നെ പേടിയാണ്, ചിലർക്ക് പാമ്പിനെ പേടിയാണ്, ചിലർക്ക് രാത്രി പോകാൻ പേടിയാണ്, ചിലർക്ക് പുലിയെ പേടിയാണ്, ചിലർക്ക് പൂച്ചയെ തന്നെ പേടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നമുക്കിപ്പോ ഒരു പട്ടിയെ പേടിയാണെന്നിരിക്കട്ടെ, പട്ടിയെ പേടിക്കുന്ന ഒരാൾ എന്താ ചെയ്യാ? പറ. വിഷം വയ്ക്കുവോ? പെണ്ണുമ്പിള്ള കേക്കരുത്. ഏത് പട്ടിക്ക് വേണ്ടി വാദിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവള് കേക്കല്ല്, കൊണ്ടുപോകും. പട്ടിയെ പേടിയാണെങ്കിൽ നമ്മൾ പട്ടിയെ കാണുമ്പോ ഓടൂല്ലേ? അല്ലാഹയെ പേടിയാണെങ്കിലോ? ഏതൊന്നിനെ നമ്മൾ പേടിക്കുമോ അതിൽ നിന്ന് ഓടി ഒളിക്കും. ഇല്ല മൻ, ഒരാളോടുള്ള പേടി ഒഴിച്ച്. അള്ളാഹുവിനെ പേടിയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? അങ്ങോട്ട് ഓടി ചെല്ലുള്ളൂ. അള്ളാഹ് അല്ലാത്ത എല്ലാത്തിനെയും പേടിക്കുമ്പോ അവിടെ നിന്ന് അങ്ങോട്ട് ഓടും. അള്ളാനെ പേടിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുലേക്ക് അങ്ങ് ഓടും. അതാണ് മഹാനായ ശാഫി ഇമാം പറഞ്ഞത്, ഞാൻ പാവങ്ങൾ ഒരുപാട് ചെയ്തു, പക്ഷെ ഞാൻ ഏണി വെച്ച് നിന്റെ അടുത്തേക്ക് വരാൻ പോവാ, നിന്റെ അഫുവിലേക്ക്. ഞാൻ ഒത്തിരി പാപം ചെയ്തു, പക്ഷെ ആ പാപങ്ങളെ ഞാൻ എടുത്ത് മുന്നിൽ വെച്ചിട്ട് നിന്റെ അഫുവ്, നിന്റെ മാപ്പിന്റെ മുമ്പിൽ ഞാൻ എടുത്തു വെച്ച് നോക്കുമ്പോ, അല്ലാഹുവേ നിന്റെ അഫ്വാണ് അഅ്ളം, അതുകൊണ്ട് എനിക്ക് നിരാശയില്ല എന്ന് പറഞ്ഞിട്ട് മരണക്കിടക്കയിൽ മുസ്നി ഇമാമിനോട് ശാഫിഈ റളിയല്ലാഹു തആല അൻഹു സങ്കടം പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരാ, ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വാ. ഒരു മനുഷ്യൻ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം പാപങ്ങളാണ്. ഇനി രണ്ട്, ദുനിയാവിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ. എന്തെല്ലാം നഷ്ടം നമുക്ക് വരും അല്ലേ? നമുക്ക് എന്തുമാത്രം നഷ്ടങ്ങൾ വരും. ചിലപ്പോ നല്ല ജോലി പോകും, ചിലപ്പോ നമുക്ക് നഷ്ടപ്പെടുന്നത് സന്താനങ്ങളാവും, ചിലപ്പോ നമ്മുടെ സമ്പത്താകും. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു സാഹചര്യം വന്നാൽ അല്ലാഹ് പറയാ, അതാരോടാ? അത് ഏതാ? യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞതാണ്. യാക്കൂബ് നബി തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാണ്, ലാ തൈഅസു, എന്തിന് നിങ്ങൾ അള്ളാന്റെ ആശ്വാസത്തിൽ നിന്ന്, കരുണയിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടണം? യാക്കൂബ് നബി തന്റെ മക്കളോട് പറഞ്ഞത് ഖുർആൻ പറയാൻ, അത് നമുക്ക് പാഠമാണ്. ഒന്ന് അല്ലാഹ് ദാസന്മാരോട് പറഞ്ഞ ലാ തഖ്നതു, രണ്ടാമത് യാക്കൂബ് നബി സന്താനങ്ങളോട് പറയുന്നു ലാ തൈഅസൂ യാ ബനിയ ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വ അഖീഹി വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് യൂസുഫിൽ കാണാ, അല്ലാഹ് പറയുന്നു എന്തെല്ലാം
കഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നാൽ, എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹു പറയുകയാണ് ലാ തയസൂ മിൻ റൗഹില്ലാ. യാക്കൂബ് നബി തന്റെ പൊന്നുമക്കളോട് പറഞ്ഞ കാര്യമാണ്. യൂസുഫ് നഷ്ടമായി, ബിന്യാമീൻ നഷ്ടമായി, എല്ലാം നഷ്ടപ്പെട്ട് കണ്ണിന്റെ കാഴ്ച പോയി മുതുകെല്ലാം വളഞ്ഞിരിക്കുമ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാണ്, പൊന്നുമക്കളെ നിങ്ങൾ ചെന്നിട്ട് യൂസുഫിനെയും ബിന്യാമീനെയും ഒന്ന് അന്വേഷിക്കുമോ? വാപ്പാ ബിന്യാമീൻ ജയിലിലാണ്, ആ ബിന്യാമീനെ മോഷ്ടിച്ചത് കാരണത്താൽ ജയിലിലാണ്. യൂസുഫ് അന്നേ ചെന്നായ പിടിച്ച് മരിച്ചു പോയില്ലേ, അതുകൊണ്ട് വാപ്പാ എവിടെ നോക്കാനാ? അപ്പോഴാണ് വാപ്പ പറയുന്നത്, പൊന്നുമക്കളെ ലാ തയസൂ മിൻ റൗഹില്ലാ. ഇതേത് വാപ്പയാണ് പറഞ്ഞത്? തേവലക്കരക്കാരൊന്ന് ശ്രദ്ധിക്കടേ. യാക്കൂബ് നബി അലൈഹിസ്സലാം ആരെന്നറിയോ? പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ട ഇസ്ഹാഖ് നബിയുടെ മോനാണല്ലോ. ഇസ്ഹാഖ് നബി ആരാണ്? ഇബ്രാഹിം നബിയുടെ മോനാണ്. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ പേര് യഥാർത്ഥത്തിൽ ഇസ്രയേൽ എന്നാണ്. ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയാണ്. പ്രിയപ്പെട്ടവരെ, അതിനെ അറബിയിലും മീൻ ചെയ്യുമ്പോൾ, അറബിയിലേക്ക് അതിനെ അർത്ഥം വെക്കുമ്പോൾ അബ്ദുള്ള എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് ഇസ്രയേൽ എന്നാണ്. 12 മക്കളാണ്. അതിൽ ഒരു മോന്റെ പേര് യഹൂദ എന്നാണ്. ആ മകന്റെ പരമ്പരയിലാണ് യഹൂദികൾ ഉണ്ടായത്, ജൂതന്മാരുണ്ടായത്. സഹോദരങ്ങളെ, 12 മക്കളുടെ പരമ്പരയ്ക്കാണ് ബനു ഇസ്രയേൽ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ മക്കൾ എന്നാണ് അർത്ഥം. ഈ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, നിങ്ങൾ നിരാശപ്പെടേണ്ട. എന്തിന് നിങ്ങൾ നിരാശപ്പെടണം? ഇതാരോടാ പറഞ്ഞത്? സഹോദരങ്ങളെ, ഇന്നും ഫലസ്തീന്റെ മണ്ണിൽ പെടഞ്ഞു വീണ് മരിക്കുന്ന പൊന്നുമക്കളോട്, ആ പ്രിയപ്പെട്ട മക്കളോട് നമുക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടണ്ട. എന്തിനു പറയണം? ഏഷ്യാ ഭൂഖണ്ഡത്തിന്റെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ, കേരള സംസ്ഥാനത്തിന്റെ കൊല്ലം ജില്ലയിലെ തേവലക്കരയിലുള്ള നമ്മൾ ആരോടാ പറയേണ്ടത്? അങ്ങ് പശ്ചിമേഷ്യയിലെ ഖുദ്സിന്റെ മക്കളോടാണോ നിരാശപ്പെടണ്ടെന്ന് പറയേണ്ടത്? പൊന്നു സഹോദരങ്ങളെ, ഈ ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യന്റെയും ഈമാൻ ഒരു കോണിലെടുത്തു വെച്ചിട്ട് ഫലസ്തീനിലെ ഒരു പൊന്നുമോന്റെ ഈമാൻ എടുത്തൊരു തട്ടിൽ വെച്ച ഫലസ്തീനിയായ പൊന്നുമോന്റെ ഈമാനല്ലേ വലിപ്പം കൂടുക? നമുക്ക് എന്ത് ഈമാൻ ഇരിക്കുന്നു ചെറുപ്പക്കാരാ? മോർച്ചറിയിലേക്ക് കടന്നു വന്ന് 11 കുടുംബത്തിലെ 11 പേര് രക്തസാക്ഷികളായി കിടക്കുകയാ. 11 പേര്, മക്കളടക്കം, കുരുന്നുകളടക്കം, വൃദ്ധരടക്കം, സ്ത്രീകളടക്കം, കൂടപ്പറപ്പുകളടക്കം 11 പേര് കുടുംബത്തിൽ നിന്ന് മോർച്ചറിയിൽ കിടക്കുകയാണ്. അവരുടെ പലരുടെയും ശരീരത്തിന്റെ പാർട്സുകളില്ല, പലരുടെയും തലച്ചോറില്ല, പലരുടെയും കണ്ണുകളില്ല. 11 ബോഡിയുടെ മുമ്പിലും മയ്യത്തിന്റെ രക്തസാക്ഷികളുടെ ജനാസയുടെ മുമ്പിൽ വന്നപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ കെട്ടിപ്പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുമ്പോൾ 11 പേര് നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയായ ഫലസ്തീനി യുവാവ് പറഞ്ഞതെന്തെന്നറിയോ? എന്നെ നിങ്ങൾ എന്തിനാ ആശ്വസിപ്പിക്കുന്നത്? അള്ളാന്റെ മാർഗത്തിൽ ആദ്യമായി രക്തസാക്ഷിയായത് ഇവരല്ലല്ലോ, അവസാനമായി രക്തസാക്ഷികളാകുന്നതും ഇവരല്ലല്ലോ. സഹോദരങ്ങളെ, ഈമാന്റെ മുമ്പിൽ പകച്ചു പോവുകയാ. 6 or 7 വയസ്സുള്ള പൊന്നുമോനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ജൂത പരിശകളുടെ ഇസ്രയേലിന്റെ വെടിയേറ്റിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ തെറിച്ചുപോയ പൊന്നുമോന്റെ കാല് സ്റ്റിച്ചിടാൻ സഹോദരങ്ങളെ വിദ്യുച്ഛക്തി വിലക്കിയിരിക്കുന്ന ഗസയിലെ അൽഷിഫ ഹോസ്പിറ്റലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ആ പൊന്നുമോനെ ആശുപത്രിയിലെടുത്ത് കിടത്തിയിട്ട് സ്റ്റിച്ചിടാൻ വെട്ടമില്ലാത്തതിന്റെ പേരിൽ മൊബൈലിലെ വെട്ടമടിച്ചിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ കാലിൽ സ്റ്റിച്ചിടുകയാണ്. അനസ്തേഷ്യയില്ല, അനസ്തേഷ്യക്ക് മരുന്ന് അവിടെ ഇരിക്കുന്നു. മുഴുവൻ മരുന്ന് കൊണ്ടുവരുന്ന വാഹനങ്ങളെയും അതിർത്തിയിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദികളായ, വർഗീയവാദികളായ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മരുന്നോ ഭക്ഷണമോ കൊണ്ടുപോകാൻ അനുവദിക്കാതെ അതിർത്തികളിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അനസ്തേഷ്യ ചെയ്യാൻ പറ്റുന്നില്ല. ആ പൊന്നുമോന്റെ കാലിലേക്ക് ഇങ്ങനെ കത്രിക വെച്ചിട്ട് കാലിന്റെ തൊലി ഇങ്ങനെ കട്ട് ചെയ്യുകയാ.
ഞാൻ ചോദിക്കട്ടെ, തേവലക്കരയില് പേറ്റുനോവറിഞ്ഞ ഉമ്മയോട് ചോദിക്കുകയാ, നിന്റെ മോന് ഒരു ചെറിയ പനി വന്നപ്പോ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നിന്റെ തോളത്ത് കിടത്തിയിട്ട് അവന്റെ ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പൊന്നുമോന്റെ ബട്ടക്സില് ഇഞ്ചക്ഷൻ എടുക്കാൻ സിറിഞ്ച് വെക്കുമ്പോൾ, സൂചി വെക്കുമ്പോ ആദ്യം കരയുന്ന നീയല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ? പ്രിയപ്പെട്ട വാപ്പാക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ഒരു ഇഞ്ചക്ഷന്റെ കഥയാ. പൊന്നുമോന്റെ തൊലി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ പൊന്നുമോന്റെ മാംസങ്ങൾ ചേർത്ത് വെച്ചിട്ട് തുന്നിത്തയ്ക്കുമ്പോൾ അനസ്തേഷയില്ലാത്ത പച്ച ശരീരത്തിലെ കീറുന്ന രംഗം കണ്ടിട്ട് ലോക മനസാക്ഷി മുഴുവനും പൊട്ടിക്കരഞ്ഞപ്പോഴും ബെഡിൽ കിടന്നുകൊണ്ട് 6 വയസ്സുകാരൻ ഓതുകയാണ്, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് ആ മകൻ ഇങ്ങനെ കിടക്കുകയാണ്, കരച്ചിലില്ല, നിലവിളിയില്ല. പറയാൻ പറ്റുമോ തേവലക്കരയിൽ ഒരു പെണ്ണിന് തന്റെ മകൻ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സഹോദരങ്ങളെ, ചിന്തിക്കണം നമ്മൾ. വീട് മുഴുവനും നഷ്ടപ്പെട്ട്, സ്വത്ത് മുഴുവനും നഷ്ടപ്പെട്ട് നമുക്ക് വീണ്ടെടുക്കാം. പക്ഷേ ചതഞ്ഞരഞ്ഞ് കിടക്കുന്ന ആ പാവപ്പെട്ട പൊന്നുമക്കളുടെ ബോഡി എടുക്കാൻ പറ്റാതെ സങ്കടപ്പെടുമ്പോഴും ബ്രിട്ടൻ കൊണ്ടുവന്ന് ആയുധങ്ങൾ കൊടുക്കുകയാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു, ഞങ്ങൾ ഇസ്രയേലിനോടൊപ്പമാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ പല രാജ്യങ്ങളും എത്രത്തോളം എന്ന് ചോദിച്ചാൽ വളരെ പ്രതീക്ഷയോടെ ലോകം കണ്ട ഏറ്റവും വലിയ വംശവെറിയനായ ഡൊണാൾഡ് ട്രംപിന് ശേഷം അമേരിക്കയുടെ പ്രസിഡന്റായി വൈറ്റ് ഹൗസിന്റെ അധിപനായി ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡന് കടന്നു വന്നപ്പോ ലോകം മുഴുവനും പ്രതീക്ഷയോടെ നോക്കിക്കണ്ടു. ഇനി അവിടെ ഏതാനും ചില ആളുകൾ ഇത്രയും നാള് ഭരണം നടത്തിയിട്ട് അവരിൽ നിന്ന് സ്വജനപക്ഷപാതമല്ലാതെ മറ്റൊന്നും കാണാത്തപ്പോ ഇയാളെങ്കിലും കരുണ കാണിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ സഹോദരങ്ങളെ, ക്രിസ്ത്യാനിയായ ജോ ബൈഡൻ വന്നിട്ട് ജൂതനായ ആ മനുഷ്യന്റെ മുമ്പിൽ, ജൂതനായ ബെന്യാമിൻ നെതന്യാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, ഞാനും ഒരു സയനിസ്റ്റാണ്. സഹോദരങ്ങളെ, ചിന്തിക്കണം. ലോകത്തെ മുഴുവൻ മച്ചമ്പിമാരും അവർക്ക് അനുകൂലമാണ്. ഫലസ്തീന്റെ പൊന്നുമക്കൾ എവിടെ പോകാനാണ്? ഇസ്രയേലിൽ ഇരിക്കുന്ന ജൂതന്മാരുണ്ടല്ലോ, അവർക്ക് ഇരട്ട പൗരത്വമാണ്. രണ്ട് പാസ്പോർട്ടാണ് അവർക്കുള്ളത്. എവിടെ വേണോ എപ്പോഴും വേണോ പോകാം. പക്ഷെ ഫലസ്തീൻ മക്കളുടെ കാര്യം, എന്റെ സഹോദരങ്ങളെ, സങ്കടക്കടലിലാണ്. അവരോട് ആരാണ് പറയുക നിങ്ങൾ നിരാശപ്പെടരുതെന്ന്? അവർക്ക് നിരാശയില്ല. 16 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അല്ലാഹു മക്കളെ കൊടുക്കാത്ത ദമ്പതിമാര് 16 വർഷം കഴിഞ്ഞ് തന്റെ പള്ളയിൽ ഒരു ചെറിയ അനക്കം വന്നപ്പോ തനിക്ക് അല്ലാഹു ഒരു കുഞ്ഞിനെ തന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ, പ്രിയപ്പെട്ട സഹോദര, അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, 9 മാസം 10 ദിവസം കഴിഞ്ഞ് പ്രസവിച്ച പൊന്നുമോള്, ആ പ്രിയപ്പെട്ട ഭാര്യ നോക്കുമ്പോൾ 1 അല്ല 2 അല്ല 3 അല്ല 4 കൺമണികളെയാ അല്ലാഹു കൊടുത്തത്. 16 വർഷക്കാലം മക്കളില്ലാതിരുന്നു. അവസാനം 4 കൺമണികളെ കൊടുത്തു. എത്ര സന്തോഷത്തോടെ 4 പൊന്നുമക്കളെ എടുത്ത് അമ്മിഞ്ഞ കൊടുത്തു. സ്തനപാനം നടത്തി വാപ്പയ്ക്ക് സന്തോഷത്തിന് അതിരുകളില്ല. 4 മക്കളാണ് കുടുംബത്തിൽ കടന്നു വന്നത്. പക്ഷേ അതെത്ര നാള് നീണ്ടു നിന്നു സഹോദരാ? ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഇസ്രയേലിന്റെ ഇരുളിന്റെ സന്തതികൾ ആ 4 മക്കളെയും ബോംബിട്ട് കൊന്നില്ലേ? എത്ര പറയാനറയ്ക്കുന്ന 7-ാം തീയതിക്ക് ശേഷം നടന്ന ഒരൊറ്റ കലാപങ്ങളും 2000-ഓളം വരുന്ന കുഞ്ഞുമക്കള് പിടഞ്ഞു വീണത്, 15,000-ഓളം വരുന്ന ഫലസ്തീനികൾ മരിച്ചപ്പോ അതിൽ 2000 കുഞ്ഞുങ്ങളാണ്. എന്ത് ചെയ്തിട്ടാ? യാക്കോബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് പറഞ്ഞത്, മക്കളെ, ലാ തൈഅസൂ മിൻ റൗഹില്ലാ, ദുനിയാവിൽ എന്ത് നഷ്ടകഷ്ടങ്ങൾ വന്നാലും നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടരുതേ. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. മക്കൾ മരണപ്പെട്ടു പോകാം, സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കപ്പെടാം, വീട് നശിച്ചു പോകാം. സഹോദര, ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ടത്, അല്ലാഹ് സൃഷ്ടിച്ചത് തന്നെ ക്ലേശത്തിലാണ്. പക്ഷെ നീ നിരാശപ്പെടരുത്. കാരണം അല്ലാഹ് പറഞ്ഞു, ലാ തൈഅസൂ മിൻ റൗഹില്ലാ, അല്ലാഹ്
അള്ളാന്റെ കരുണയിൽ നിന്ന് നിരാശപ്പെടരുത്. കാരണം എന്തെന്നറിയോ? അള്ളാഹു തിരിച്ചു തരും അള്ളാഹു. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു യൂസുഫ് എന്ന മോനെ തിരിച്ചു കൊടുത്തു, ബിന്യാമീൻ എന്ന മോനെ തിരിച്ചു കൊടുത്തു. അല്ലേ? എങ്ങനാ തിരിച്ചു കൊടുത്തത്? പൊട്ടക്കിണറ്റിൽ വിവസ്ത്രനായി വീണുപോയ ഒരു ചെറിയ ബാലനായിട്ടാണോ? അല്ല. ഈജിപ്ത് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ, ആ പ്രവിശ്യയുടെ, ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ രാജാവായി അവരോധിക്കപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ കൊട്ടാരത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം കണ്ണു തള്ളി നിൽക്കുക. എന്റെ മോൻ യൂസുഫ് ആണോ ഈ നിൽക്കുന്നത്? എന്താ ഇതിന് കാരണം? നിരാശയില്ലായിരുന്നു. അത് നിരാശപ്പെടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാം? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും പരീക്ഷണം അള്ളാഹു തന്ന 10,000 പേരെടുത്ത് പറഞ്ഞു നടക്കും. അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല. അള്ളാഹ് പരീക്ഷണം മാറ്റൂല. പരീക്ഷണം അള്ളാഹ് മാറ്റി തരൂല. ആരോടും അത് പറയരുത്. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, അള്ളാഹ് പറയുന്നു, എടാ അവന് എനിക്ക് എന്തുമാത്രം ധിക്കാരം പ്രവർത്തിക്കുന്നു, ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഞാൻ എന്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകളോട് പോലും പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറയാൻ, കള്ള് കുടിക്കല്ലേ എന്ന് പറഞ്ഞ് അവൻ കള്ളേ കുടിക്കൂ, പലിശ വാങ്ങലെന്ന് പറഞ്ഞ് പലിശയെ വാങ്ങൂ, എന്ത് ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞു അതൊക്കെ അവൻ ചെയ്യും, എന്ത് ചെയ്യാൻ പറഞ്ഞു അതൊക്കെ അവന് വെപ്രാളമാണ് ചെയ്യാൻ. സക്കാത്ത് കൊടുക്കാൻ, ഹജ്ജിന് പോകാൻ, നോമ്പ് പിടിക്കാൻ, നിസ്കരിക്കാൻ, വഅള് കേൾക്കാൻ, ഇതൊക്കെ അവന് സങ്കടമാണ്. എന്നാ പിന്നെ ദഫ് വെച്ച് നോക്ക്, എന്നാ പിന്നെ ഗാനമേള വെച്ച് നോക്ക്, ക്യൂബിട്ടൊന്നൊക്കെയാ കുത്തിയാടി പൊത്തിയാടി വരുന്നത്. അള്ളാഹു അനുവദിച്ച, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്നൊക്കെ അകന്നു പോവുക. എന്നിട്ട് അള്ളാഹു ആരോടെങ്കിലും പറഞ്ഞോ? അള്ളാഹ് പറയുന്നു, എന്റെ മുഖറബീങ്ങളായ മലക്കുകളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അവനൊരു പനിയോ തലവേദനയോ കൊടുത്താൽ ലോകം മൊത്തം അറിയും. അവൻ എല്ലായിടത്തും പറഞ്ഞു നടക്കാൻ. ഇത് അള്ളാഹുവിന്റെ ഒരു പരാതിയാണ്. അങ്ങനെ പരിഭവവും പരാതിയും ജനങ്ങളോട് പറഞ്ഞു നടക്കുന്നവന് അള്ളാഹ് പരീക്ഷണം മാറ്റി കൊടുക്കൂല. തെളിവെന്താന്നറിയോ? യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോയല്ലോ. ഏതെങ്കിലും ഭാര്യ ഒളിച്ചോടി പോയതോ മരിച്ചു പോയതിന്റെ പേരിൽ ഭർത്താവിന്റെ കാഴ്ച കരഞ്ഞെറിഞ്ഞു പോയിട്ടുണ്ടോ? ചരിത്രത്തിൽ ഉണ്ടോ? വാപ്പ മരിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും മോന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടോ കരഞ്ഞിട്ട്? ഇല്ല. ചരിത്രത്തിൽ തന്റെ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടു പോയ വേദനയിൽ മരിച്ചു എന്ന് ഉറപ്പായിരുന്നെങ്കിൽ യാക്കൂബ് നബി ഇത്രയും കരയില്ല. മരിച്ചു എന്ന് ഈ മക്കൾ പറഞ്ഞ അന്നേ ഈ മക്കൾക്കൊരു സ്വഭാവം ഉണ്ട്. എന്താണെന്നറിയോ? അന്ന് ഈ 10 തലതിരിഞ്ഞ മക്കളായിരുന്നു. 2 നല്ലതുള്ളൂ, യൂസുഫ് നബിയും ബിന്യാമീൻ നബിയും. ഈ 10 കള്ള രക്തം പുരട്ടി ചെന്നായ പിടിച്ചു എന്ന് ആടിനെ അറുത്തിട്ട് യൂസുഫ് നബിയുടെ കുപ്പായത്തിൽ രക്തം പുരട്ടിയിട്ട് ഇത് യൂസുഫിനെ ചെന്നായ പിടിച്ചതാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് വാപ്പാടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് വന്നത്. അന്ന് തുടങ്ങിയതാണ് ഈ പരിപാടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് തന്റെ പൊന്നുമോന് യൂസുഫ് എന്ന് പറയുന്ന മകനെ നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ്. മരിച്ചു എന്ന് യാക്കൂബ് നബിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കരയൂല. മറിച്ച് നമ്മളങ്ങനാണല്ലോ, മകനോ മകളോ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും കടലിൽ പോയി, അല്ലെങ്കിൽ കാണാതെ നഷ്ടപ്പെട്ടു, അങ്ങനെ ആയാൽ നമുക്ക് സങ്കടമാണ്. 24 മണിക്കൂർ വേദനയാണ്. അവസാനം കടപ്പുറത്തൊരു ശരീരം പൊങ്ങി, അത് മകന്റെതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 3 ദിവസമേ ഉള്ളു കരച്ചില്. ഇല്ലെങ്കിലോ 300 ദിവസവും കരഞ്ഞിരിക്കുന്നത് എവിടെയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സങ്കടം എന്താണ്? മകൻ മരിച്ചിട്ടില്ല എന്നും ചെന്നായ പിടിച്ചിട്ടില്ല എന്നും വ്യക്തമായി അറിയുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് നബി എവിടെയാണെന്ന് അങ്കലാപ്പാണ്. ആ വേദനയിൽ കരഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ടപ്പോ ഒരിക്കൽ യാക്കൂബ് നബിയുടെ ഒരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു, യൂസുഫേ, എന്താ കാഴ്ചയൊക്കെ പോയല്ലേ? അതേ സഹോദര, കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു. എന്താ കാരണം? എന്റെ യൂസുഫ് നഷ്ടപ്പെട്ടതിൽ ഞാൻ കരഞ്ഞതാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമങ്ങളൊക്കെ സഹോദരന്റെ മുമ്പിൽ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ ചോദിച്ചു. നിന്റെ മുതുക് വളഞ്ഞു പോയത് എന്താണ്? മുതുക് വില്ല് പോലെ വളഞ്ഞു. യാക്കൂബ് നബി പറഞ്ഞു, ബിന്യാമീനും കൂടെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അവസാനം ഞാൻ ഒരേ ഇരിപ്പ് വീട്ടിൽ ഇരുന്നിരുന്ന് എന്റെ മുതുക് വളഞ്ഞു പോയി. ആ സമയത്ത് നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരിക യാക്കൂബ് നബിയുടെ അടുത്ത്.
എന്നിട്ട് യാക്കൂബ് നബിയുടെ മുന്നിൽ വന്നപ്പോ യാക്കൂബ് നബി കണ്ടു ജിബ്രീലിനെ. ജിബ്രീൽ വന്നിട്ട് യാക്കൂബ് നബിയോട് പറഞ്ഞു, ഇന്നല്ലാഹ യുഖരിഉക സലാം, അല്ലാഹു നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. സന്തോഷമായ യാക്കൂബ് നബിക്ക് യാക്കൂബ് നബി ചോദിച്ചു, എന്താ ജിബ്രീലെ വിശേഷിച്ച് വല്ലതും പറയാനുണ്ടോ? ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ യാക്കൂബ് നബിയോട് പറയുന്നു, അലാ തസ്തഹീ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് അല്ലാഹു ചോദിച്ചിരിക്കുകയാ. നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? യാക്കൂബ് നബി സ്തബ്ധനായി. യാക്കൂബ് നബി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു? ജിബ്രീൽ പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു തന്ന രണ്ട് പരീക്ഷണങ്ങൾ, രണ്ട് മക്കളുടെ വേർപാട്, ആ വേർപാടിൽ നിങ്ങൾ മനം നൊന്തിരിക്കുമ്പോ ഈ സങ്കടങ്ങൾ എന്തിനാണ് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്? അത് അല്ലാഹുക്ക് ഇഷ്ടമല്ല. ആ സമയത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം ചാടി അങ്ങ് എഴുന്നേറ്റു. അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഖുർആൻ സൂറത്ത് യൂസഫിൽ കാണാ, ഇന്നമാ എന്റെ ദുഃഖവും എന്റെ പ്രയാസവും എന്റെ എല്ലാ വേവലാദികളും അല്ലാഹുവിനെ ഞാൻ അങ്ങ് ഏൽപ്പിക്കുകയാണ്. അല്ലാഹുക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. അല്ലാഹു എന്ത് ചെയ്തു? യൂസുഫ് നബിയെ തിരിച്ചു കൊടുത്തു. യാക്കൂബ് നബിക്ക് ബിന്യാമീനെ തിരിച്ചു കൊടുത്തു അല്ലാഹു. അതാണ് സഹോദര, അല്ലാഹു മടക്കി തരും. എന്ത് നഷ്ട കഷ്ടങ്ങൾ വന്നാലും ലാ തൈഅസൂ മിൻ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടരുത്. അല്ലാഹു മടക്കി തരും. പക്ഷേ അത് ആരോടും പറഞ്ഞു നടക്കരുത്. എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി. ദുആരക്കാൻ ഏതെങ്കിലും ഉസ്താദുമാരോടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടോ പറയാൻ നമുക്ക് കുംഭസാരം ഇല്ലല്ലോ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കുംഭസാരം ഉണ്ടോ? പള്ളിയിലെ ഇമാമിനെ ചെന്നിട്ട് ഇമാമിന്റെ റൂമിന്റെ അപ്പുറത്ത് നിന്നിട്ട് ജനലിലൂടെ അപ്പുറത്തൂടെ ഉസ്താദെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഉസ്താദ് എന്ന് പറയും, ആ പൊക്കോട്ടെ കുഴപ്പമില്ല, പൊക്കോ എന്ന് പറയുന്ന കുംഭസാരം ഇസ്ലാമിലില്ല. ഇത് ആരോടാ പറയേണ്ടത്? അല്ലാഹുവിനോട്. പിന്നെ എന്ത് നമുക്ക് പറയാം? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂല വജദുല്ലാഹ തവ്വാബുർ റഹീമ. ഇത് നമുക്ക് തെളിവാണ്. ആരെ കണ്ടാലും പറയാം, ഞാൻ ഒരുപാട് പാവങ്ങൾ ചെയ്തു പോയവനാ, പൊറുക്കാൻ വേണ്ടി ദുആരക്കണം. ഫസ്തഗ്ഫറ ലഹുമുർ റസൂൽ, റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. വസ്തഗ്ഫിറുല്ലാഹ, അവരും അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുമ്പോൾ ലവജദുല്ലാഹ തവ്വാബുർ റഹീമ. നമുക്ക് എല്ലായിടത്തും പറയാം, എന്റെ പാപങ്ങൾ പൊറുക്കാൻ ദുആരക്കണേ. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തു ഇത് ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഞാൻ പുറത്തു കൊടുക്കാത്തൊരു വിഭാഗം മുജാഹിരീങ്ങളാണ്. മുജാഹിദല്ല, മുജാഹിരീങ്ങൾ. എന്താ ഈ മുജാഹറ? വഇന്ന മിനൽ മുജാഹറ, മുജാഹറ എന്ന് പറഞ്ഞാൽ രാത്രി അവർ തെറ്റ് ചെയ്യും, രാവിലെ ജനങ്ങളോട് പറഞ്ഞു നടക്കും. ഞാൻ ഇന്നലെ രാത്രി അത് ചെയ്തു, ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അവിടെ പോയി രണ്ടെണ്ണം അടിച്ചു, ഇവിടെ പോയി രണ്ടെണ്ണം അടിച്ചു, അവിടെ അവളെ കൊണ്ടുപോയി, ഇവിടെ ഇവനെ കൊണ്ടുപോയി. ഇതൊക്കെ ജനങ്ങളോട് പറയുന്നത് അല്ലാഹുക്ക് വെറുപ്പാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മയായാലും ആരോടും പറയണ്ട, സങ്കടമായാലും ആരോടും പറയണ്ട. ഇത് രണ്ടാമത്തേത്. ഒരു മനുഷ്യൻ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം, ഒന്ന് അവന്റെ പാപങ്ങൾ, രണ്ട് അവന്റെ ദുനിയാവിന്റെ നഷ്ടകഷ്ടങ്ങൾ. മനസ്സിലായല്ലോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി മൂന്നാമത്തേത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മൂന്നാമത്തേത് മനുഷ്യന്റെ ചതിയാണ്. ഒന്നവൻ ചെയ്ത പാപങ്ങൾ, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. രണ്ട് അവന്റെ നഷ്ടകഷ്ടങ്ങൾ. ഇനി മൂന്നാമത്തേത്, ആരോ അവനെ ചതിച്ചു, ആരോ അവനെ വഞ്ചിച്ചു, ആരോ അവനെ പറ്റിച്ചു, ആരോ അവനെ തേച്ചു. ഇതിനെ പറ്റിയിട്ടാണ് മൂന്നാമത് ഖുർആൻ പറഞ്ഞത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ബിന്യാമീന് കടന്നു വരികയാണ്. ഒരു മോഷണ കുറ്റത്തിനാണ് ബിന്യാമീനെ കൂടെ നിർത്താൻ യൂസുഫ് നബി അലൈഹിസ്സലാം എടുത്ത ഹിക്മത്ത് ചരിത്രമറിയുമല്ല, ഞാൻ പറയുന്നില്ല. യാക്കൂബ് നബിയുടെ പൊന്നുമോന് യൂസുഫ് നബിയുടെ ചാരത്തേക്ക് ബിന്യാമീന് വന്നപ്പോൾ ബിന്യാമീൻ എന്ന സഹോദരനോട് യൂസുഫ് എന്ന സഹോദരൻ പറയുകയാണ്, വലമ്മാ ദഖലൂ അലാ യൂസുഫ ആവാ ഇലൈഹി അഖാ. തന്റെ സഹോദരനെ തന്നിലേക്ക് ചേർത്ത് നിർത്തുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഖാല ഇന്നി അഖൂ, ബിന്യാമീനെ, ഞാൻ
ഞാൻ ആരെന്നറിയോ? ഈജിപ്തിന്റെ രാജാവായ ഞാൻ ആരെന്നറിയോ? ഇന്നീ അഹോ, നിന്റെ കാണാതെ പോയി മരിച്ചു പോയെന്ന് സഹോദരങ്ങൾ പറഞ്ഞ യൂസുഫാടാ. ബിന്യാമീൻ ഞെട്ടിപ്പോയി. ബിന്യാമീൻ സംഭീതനായി, പരിഭ്രമചിത്തനായി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ബിന്യാമീനെ കണ്ണു തള്ളിയിരിക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? എവരെല്ലാം എന്നെ ചതിച്ചതാ മോനെ, എവരൊക്കെ എന്നെ ചതിച്ചതാണ്. പക്ഷേ ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂ, അവര് ചെയ്തതിനെ പറ്റിയിട്ടൊന്നും ഒരു നിരാശയും ദുഃഖവും നിനക്ക് വേണ്ട. നിന്റെ സഹോദരങ്ങൾ, എന്റെ സഹോദരങ്ങൾ നമ്മളോട് കാണിച്ചത് ഒന്നിനെ പറ്റിയും ദുഃഖിക്കരുത്. കാരണം യൂസുഫ് നബിയെ കൊന്നു, യൂസുഫ് നബി ചെന്നായ പിടിച്ചു എന്ന് രാജാവിന്റെ മുമ്പിൽ പറഞ്ഞു. ഇവര് കൊന്നു, ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ ആളാണ് ഇരിക്കുന്നതെന്ന് അവർക്കറിയില്ല. പിന്നെ ബിന്യാമീനെ മോഷ്ടിച്ചു എന്ന് സ്വർണത്തിന്റെ കിണ്ടി, സ്വർണത്തിന്റെ പാത്രം, സ്വർണത്തിന്റെ അളവുകോല് ബിന്യാമീന്റെ ആ സഞ്ചിക്കകത്ത്, റേഷൻ വാങ്ങിയ സഞ്ചിക്കകത്തിട്ടത് യൂസുഫ് നബി തന്നെയാണ്. എന്നിട്ട് നഷ്ടപ്പെട്ടു. ആരാ മോഷ്ടിച്ചത്? സഹോദരങ്ങൾ പറഞ്ഞു ഞങ്ങള് കള്ളന്മാരല്ല. അവസാനം കണ്ടെത്തി ബിന്യാമീന്റെ സഞ്ചിയില്. ആ സമയത്താണ് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു എന്താ ചെയ്യേണ്ടത്? ബിന്യാമീനെ ഞങ്ങളോടൊപ്പം വിടണമെന്നവര് പറഞ്ഞു നോക്കി, ഇല്ല. അവസാനം ബിന്യാമീനെ തടവിൽ പിടിക്കുകയാണ്. അത് യൂസുഫ് നബിക്ക് തന്റെ കൂടെ സഹോദരനെ നിർത്താനുള്ള ഹിക്മത്തായിരുന്നു, മോഷ്ടിച്ചതല്ല. അപ്പോഴാണ് സഹോദരങ്ങൾ പറഞ്ഞത്, ഇന്ന് ജൂതന്മാര് പറയും പോലെ അന്ന് പറഞ്ഞത്, യവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. യവന്റെ ജ്യേഷ്ഠൻ യൂസുഫും പെരുങ്കള്ളനായിരുന്നു. ആരോടായി പറയുന്നത്? യൂസുഫ് നബിയോടാ. യൂസുഫ് നബിക്കറിയാം ഇവര് സഹോദരങ്ങളാണ് എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യൻ ചതിക്കും, മനുഷ്യന് ഇല്ലാത്തത് പറയും, മനുഷ്യന് കള്ളം പറയും, മനുഷ്യൻ പലതും പറഞ്ഞു പരത്തു. അതെല്ലാം നമ്മൾ കേൾക്കുമ്പോ മനുഷ്യന്റെ ചതിയുടെ വിഷയത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ല പറയുന്നു, ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂ, നിന്നെ സൃഷ്ടിച്ചത് ക്ലേശത്തിലാണ്. അതിന്റെ ഒരു തലം ജനങ്ങളുടെ ചതിയാണ്. അതിൽ നീ നിരാശപ്പെടരുത്, ദുഃഖിക്കരുത്, ദുഃഖിക്കരുത്. നമ്മളെ ചതിക്കാൻ വേണ്ടി ഒരുത്തൻ കുഴിയെടുത്താൽ സമയമായ, നമ്മളെ ചതിക്കാൻ വേണ്ടി ഒരുത്തൻ കുഴിയെടുത്താൽ എഴുതി വെച്ചോ, എഴുതി വെച്ചോ. നമ്മളെ കുഴിയിലാക്കാൻ വേണ്ടി ഒരുത്തൻ കുഴിയെടുക്കാമെങ്കിൽ എന്താ ചെയ്യാ? അവനവൻ കുഴിച്ച കുഴിയിൽ പറ, അവനവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ. വമയ്യഹ്തഫിർ ബിറൻ ലിയുഖീഅ ഗൈറഹു സയുഖാഉ ഫിൽ ബിഇരിൽ ലദീ ഹുവ ഹാഫിറു എന്ന് പറഞ്ഞാൽ, ഒരാളെ കുഴിയിലാക്കാൻ വേണ്ടി നമ്മൾ കുഴിയെടുത്താൽ നമ്മൾ തന്നെ ആ കുഴിയിൽ വീഴും, ഒരു സംശയമില്ല. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ. ആര് കുഴിയെടുക്കുക മറ്റുള്ളവനെ വീഴ്ത്താൻ, അവൻ ആ കുഴിയിൽ വീണിരിക്കും, ഒരു സംശയമില്ല. അതുകൊണ്ട് ചതിക്കരുത്. ചതിക്കപ്പെട്ട ആളുകളോട് പറയാനുള്ളത്, വഞ്ചിക്കപ്പെട്ടവരോട് പറയാനുള്ളത്, ലാ തബ്തഇസ്, ദുഃഖിക്കരുത്. കാരണം എന്താ? അല്ലാഹു നിങ്ങൾക്ക് തരും, അല്ലാഹു നിങ്ങൾക്ക് തരും. യൂസുഫ് നബിയുടെ മുമ്പിൽ വന്നിട്ട് 10 സഹോദരങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു മാപ്പാക്കണം, തെറ്റുപറ്റിപ്പോയി. യാക്കൂബ് നബിക്ക് ബോധ്യമായി, യാക്കൂബ് നബിക്ക് ബോധ്യമായി, ബിന്യാമീന് ബോധ്യമായി, 10 സഹോദരങ്ങൾക്കും ബോധ്യമായി ചെയ്തു പോയത് തെറ്റാണെന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ആര് ചതിക്കാൻ നോക്കിയാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലുവാരുന്ന കാലമാണ്. ആരെയും വിശ്വസിക്കാൻ, ഉടുത്തിരിക്കുന്ന തുണിയെ വിശ്വസിക്കാൻ പറ്റില്ല, അല്ലേ? അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞത്, അഹബിബ് ഹബീബക ഹൗനമ്മ അസായകൂന ബഗീലക യൗമമ്മ അബഗലു ബഗീലക ഹൗനമ്മ അസായകൂന ഹബീബക യൗമമ്മ. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ആരോടെങ്കിലും ഒന്ന് കൂടിയാലേ എല്ലാം അങ്ങോട്ട് തുറന്നടിച്ചു കൊടുക്കരുത്. നമ്മൾ ആരോടെങ്കിലും ഒന്ന് കൂടിക്കഴിഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും അങ്ങ് പൊട്ടിച്ചു കൊടുക്കരുത്. കാരണം യവൻ നാളൊരു സമയത്ത് നമ്മുടെ ശത്രുവാകും. ഇനി ആരെയോടെങ്കിലും നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിലോ അവനെ അങ്ങേ അറ്റം കുറ്റം പറയരുത്. കാരണം യവൻ നാളൊരു സമയത്ത് നിന്റെ കൂട്ടുകാരനായി വരേണ്ടവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചതിയുടെ പേരിൽ സങ്കടപ്പെട്ട് ക്ലേശത്തിലകപ്പെട്ടിരിക്കുമ്പോൾ അല്ലാഹു പറയുകയാണ്, ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ.
ഒരിക്കൽ പോലും അള്ളാഹു പറയുകയാണ്, അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല, ഒരിക്കലും പ്രയാസപ്പെടാൻ പാടില്ല. ഇത് അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. സഹോദരങ്ങളെ, നാലാമതൊരു മനുഷ്യൻ നേരിടുന്ന ക്ലേശമേതെന്നറിയോ? മറന്നുപോകല്ലേ, ഒന്ന് പാപമാണ്, മറ്റൊന്ന് ജീവിതത്തിന്റെ നഷ്ടകഷ്ടങ്ങളാണ്, മൂന്നാമത്തേത് മറ്റുള്ളവരുടെ ചീറ്റിംഗ് ആണ്, ചതിയാണ്. ഇനി നാലാമത് നമ്മൾ നേരിടുന്ന പ്രശ്നമേതെന്നറിയോ? സഹോദരങ്ങളെ, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് ഭരണാധികാരികളുടെ ഭീകരതയാണ്. അധികാരികൾ നീ പേടിക്കണ്ട, ഭയപ്പെടരുത്. എന്തിനു പേടിക്കണം? ആരെ ഭയക്കണം? നമ്മൾ ആരെ പേടിക്കണം? സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ ക്ലേശത്തിലാണ്. അതിന്റെ നാലാമത്തെ തലം ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്ന ക്ലേശമാണ്. അതിൽ നമ്മൾ എന്തിനു പേടിക്കണം? നമ്മൾ എന്തിനു ഭയപ്പെടണം? നിങ്ങൾ നോക്ക്, ശുഐബ് നബിയുടെ മുമ്പിൽ അകപ്പെടുകയാ മൂസാ നബി അലൈഹിസ്സലാം. ആരാ കൊണ്ടെത്തിച്ചത്? അള്ളാഹു. തന്റെ കൗമിൽപ്പെട്ട ഒരാളും അതേപോലെ ഫിർഔനിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളും തമ്മിൽ ഒരു വാക്കേറ്റം നടക്കുമ്പോ ആ വാക്കേറ്റത്തിലും മധ്യസ്ഥനായി വരേണ്ട മൂസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനെ പിടിച്ചങ്ങോട്ട് മാറ്റുമ്പോഴാണ് അയാൾ വീണിട്ട് ശക്തനായ മൂസാ നബിയുടെ ആ ശക്തമായ പ്രതിരോധത്തിന്റെ പേരിൽ അയാൾ വീണു മരിച്ചു. ഇയാൾ വീണു മരിക്കുമ്പോ ന്യായമായിട്ടും ആ രഹസ്യം ആരാണ് കൊന്നത് എന്ന് ഭരണാധികാരി അറിഞ്ഞിട്ടില്ല, ഫിർഔൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഈ വഴക്കാളിയായ തന്റെ കൗമിപ്പെട്ടവൻ വേറൊരുത്തനോടൊപ്പം ഉടക്കുണ്ടാക്കുന്നു. യവനാണ് കഴിഞ്ഞ പ്രാവശ്യം മറ്റയാളോടൊപ്പം ഉടക്കുണ്ടാക്കിയത്. ഇയാള് വീണ്ടും പോയി തലയിട്ട് പ്രശ്നം ഉണ്ടാക്കി. മൂസാ നബി അലൈഹിസ്സലാം വന്നിട്ട് ഇവനോട്, സ്വന്തം കൗമിപ്പെട്ടവനോട് പറഞ്ഞു, നിനക്ക് ഇത് തന്നെയാടാ പണി എന്ന് ചോദിച്ചിട്ട് അവന്റെ നേരെ അങ്ങോട്ട് ചെന്നപ്പോ അവൻ കരുതി നേരത്തെ മരിച്ചുപോയ ആളിനെ പോലെ താനും കൊല്ലപ്പെടുമെന്ന് കരുതിക്കൊണ്ട് ഇയാൾ മൂസാ നബിയോട് പറഞ്ഞു, അന്ന് കൊന്നതുപോലെ എന്നെ കൊന്നുകളയല്ലേ എന്ന് പറഞ്ഞു. ഇതാര് കേട്ടു? ശത്രുവായ മനുഷ്യൻ കേട്ടിട്ട് രാജാവിനോട് വിവരം പറയാൻ, നമ്മുടെ കൗമിൽപ്പെട്ട ജനതയിൽപ്പെട്ട അയാളെ കൊന്നുകളഞ്ഞത് ഈ മൂസയാണ് എന്ന വിവരം അറിഞ്ഞപ്പോൾ ഭരണകൂടത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി. ആ ഭരണകൂടം തന്നെ തുറുങ്കിലടയ്ക്കുമെന്ന് കണ്ടപ്പോൾ ദയായിക്ക് രാമാനം നാടുവിടുകയാണ്. നാടുവിട്ട് നേരെ അള്ളാന്റെ കൽപ്പനയാണ്, ഇതൊക്കെ ഒരു സബബാണ്. നേരെ വന്നു മദിയന ജലാശയത്തിന്റെ അടുത്തെത്തുമ്പോൾ കുറെ സ്ത്രീകൾ വെള്ളം കോരാതെ മാറി നിൽക്കുകയാ. അവിടത്തെ ചെറുപ്പക്കാര് വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. ആ സമയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആ സ്ത്രീകളോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്തേ വെള്ളം കോരുന്നില്ലേ? അവര് പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് വളരെ ക്ഷീണിതനാണ്, വൃദ്ധനാണ്, വീട്ടില് വേറെ ആണുങ്ങളാരുമില്ല, ഞങ്ങൾ വെള്ളം കോരാമെന്നതാ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെള്ളം കോരാൻ അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റുന്നില്ല. ചെറുപ്പക്കാര് വെള്ളം കോരുകയാ, ഒട്ടകങ്ങളെ വെള്ളം കൊടുപ്പിക്കുകയാ, ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കൊടുക്കുകയാ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവരിൽ നിന്ന് പാത്രം വാങ്ങുകയാണ്, കുടം വാങ്ങുകയാണ്. എന്നിട്ട് ജലാശയത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ചെറുപ്പക്കാര് തിങ്ങിക്കൂടി നിൽക്കുമ്പോ ഒരു വലിയ പാറ, ആ പാറ മൂസാ നബി എടുത്തങ്ങ് മാറ്റിയിട്ട് അതിൽ നിന്ന് വെള്ളം കോരുകയാ. ആ ശേഖരിച്ച വെള്ളം കൊണ്ടുവന്ന് മൂസാ നബി അലൈഹിസ്സലാം പെൺകുട്ടികളുടെ കയ്യിൽ കൊടുക്കുമ്പോ അവര് സന്തോഷത്തോടെ തിരിച്ചു വീട്ടിലേക്ക് പോയി. വാപ്പ ചോദിച്ചു, മക്കളെ പെട്ടെന്ന് എന്താ തിരിച്ചു വന്നത്? വാപ്പ, ഇന്ന് ഞങ്ങളെ സഹായിക്കാൻ ഒരു ചെറുപ്പക്കാരൻ വന്നു. വാപ്പ കട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പൊന്നുമക്കളെ, അവൻ ഈ നാട്ടുകാരനാവൂല, കാരണം ഈ നാട്ടുകാരങ്ങനെ നന്ദി കാണിക്കുന്നവരല്ലല്ലോ. അതുകൊണ്ട് പൊന്നുമക്കളെ, ആ ചെറുപ്പക്കാരൻ വിദേശിയാകാൻ സാധ്യതയുണ്ട്, കൂലി കൊടുക്കോ? ഇല്ല, കൂലി കൊടുത്തിട്ടില്ല, എന്നാൽ വിളിച്ചു കൊണ്ടുവാ, ഞാൻ അവർക്ക് കൂലി കൊടുക്കട്ടെ. മൂസാ നബി അലൈഹിസ്സലാം വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഓതുകയാണ്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ എന്ത് അനുഗ്രഹം തന്നാലും ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാ. ഇത് പറഞ്ഞു തീരുമ്പോൾ ആ പിതാവിന്റെ രണ്ട് പെൺമക്കളും ഓടിയെത്തുകയാ. ആ മക്കള് വന്നിട്ട്
വന്നിട്ട് പറഞ്ഞു, ആ വന്നതിൽ ആ സ്ത്രീ പറഞ്ഞു, അല്ലയോ ചെറുപ്പക്കാരായ എന്റെ വാപ്പ നിങ്ങളെ ക്ഷണിക്കുകയാണ് കൂലി തരാൻ വേണ്ടിയിട്ട്. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാം എഴുന്നേറ്റു. എന്നിട്ട് ആ പെൺകുട്ടിയോടൊപ്പം വീട്ടിലേക്ക് പോകുമ്പോൾ സഹോദരങ്ങളെ, ഈറ്റപ്പന നാരുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കട്ടിലിൽ അവശനായ ഒരു ഉപ്പ കിടക്കുകയാ. ആ ഉപ്പയോട് ചെന്നിട്ട്, എവിടെന്ന് വരുന്നു മോനെ? ആ സമയത്ത് അള്ളാന്റെ പ്രവാചകനായ കലീമുല്ലാഹി മൂസാ നബിക്ക് എന്ന റിസാലത്ത് കിട്ടിയിട്ടില്ല. മൂസാ നബി കാര്യങ്ങളെല്ലാം വിവരിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞ വാക്കാണ്, ഖാലലാ തഖാഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. ഖാലലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. ഒരിക്കലും ഭയപ്പെടരുത്, അല്ലാഹു അക്രമികളിൽ നിന്ന് അങ്ങേ രക്ഷിച്ചിരിക്കുകയാ. മൂസാ നബി ചോദിച്ചു, നിങ്ങൾ ആരാ? ആ പനനാര് കൊണ്ട് നിർമ്മിക്കപ്പെട്ട, ഈത്തപ്പനനാര് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ കട്ടിലിൽ കിടക്കുന്ന വൃദ്ധൻ പറഞ്ഞു, ഞാനാണ് ശുഐബ് നബി അലൈഹിസ്സലാം. മൂസാ നബിക്ക് സന്തോഷമായി. മൂസാ നബി അലൈഹിസ്സലാം ആ പ്രിയപ്പെട്ട മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിനിടയിൽ കുറെ കഥകൾ വേറെ ഉണ്ട്. കൂലി കൊടുക്കുന്ന രംഗവും, ആ കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ കൂലി, അതെന്റെ മോളെ കെട്ടലാണെന്നൊക്കെ പറയുന്ന രംഗം. ആ സമയത്ത് മകള് പറഞ്ഞു, വാപ്പ നിങ്ങൾ കൂലി കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ചെറുപ്പക്കാരൻ നല്ല വിശ്വസ്തനും നല്ല സത്യസന്ധനുമാണ്, നല്ല വിശ്വസ്തനും ശക്തനുമാണ്. ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയുൽ അമീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, തെരഞ്ഞെടുത്ത ചെറുപ്പക്കാരൻ ശക്തനും വിശ്വസ്തനുമാണ്. ശുഐബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, മോളോട് നിനക്കെങ്ങനെ അറിയാം ഇയാള് വിശ്വസ്തനും ശക്തനുമാണെന്ന്? ശക്തനാണെന്ന് പറയാൻ കാരണം, വാപ്പ 10 പേര് പിടിച്ചാ പൊങ്ങാത്ത പാറ ഈ മനുഷ്യ ഒറ്റയ്ക്കെടുത്ത് മാറ്റിയിട്ട് അതിൽ നിന്നാ വെള്ളം കോരി തന്നത്. മനസ്സിലായി, ഇയാൾ നല്ല ശക്തിയുള്ളവനാ. എന്നാൽ ഈ മനുഷ്യൻ വിശ്വസ്തനാണെന്ന് എങ്ങനെ ബോധ്യപ്പെട്ടു? ആ മോള് പറഞ്ഞു, വാപ്പ ഞാൻ ചെന്നിട്ട് ഈ മനുഷ്യനെ വിളിച്ചു, വാപ്പ വിളിക്കാന്ന് പറഞ്ഞു. കൂടെ വന്നു. കുറെ ദൂരം കഴിഞ്ഞപ്പോ ഞാൻ മുന്നിലും ഇയാൾ പിന്നിലും ആയിരുന്നു. കുറെ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, പെണ്ണെ നീ എന്റെ പിന്നിലു വാ, നീ നടക്കുമ്പോ നിന്റെ പുറകുവശം എന്റെ കണ്ണിൽ പെടുകയാ, അതുകൊണ്ട് അത് തെറ്റാണ്, നീ പിറകിൽ വാ, ഞാൻ മുമ്പേ നടക്കാം. പെണ്ണ് ചോദിച്ചു, നിങ്ങൾക്ക് വഴിയറിയില്ലല്ലോ? അപ്പൊ മൂസാ നബി പറഞ്ഞു, അത്രേ, ഞാൻ വഴി തെറ്റുകയാണെങ്കിൽ നീ ഒരു കല്ലെടുത്ത് എന്റെ ദേഹത്തെറിയണം, അപ്പൊ എനിക്ക് മനസ്സിലാവും വഴി തെറ്റി, അടുത്ത വഴി ഞാൻ തെരഞ്ഞെടുത്ത് നടക്കാം. അപ്പൊ എനിക്ക് മനസ്സിലായി, വാപ്പ ഈ മനുഷ്യൻ വിശ്വസ്തനാണ്, ഈ മനുഷ്യൻ വിശ്വസ്തനാണ്. വാപ്പ ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുത്തു. ആ മകളയുമായിട്ട് നാട്ടിലേക്ക് പോകുമ്പോഴാണ് തൂര് സീനാ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പ്രകാശത്തിന്റെ പ്രോജ്വലത കണ്ടിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് കിട്ടി. ആ തൗറാത്ത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ റിസാലത്തിന്റെ ആദ്യ ഘട്ടങ്ങൾ അവിടെയാണ് ആരംഭിക്കുക. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാമിനോട് വാപ്പ പിതാവ്, ഭാര്യ പിതാവ് ശുഐബ് നബി പറഞ്ഞ വാക്കെന്താ? ഭരണകൂടത്തിന്റെ ഭീകരമായ താണ്ഡവത്തിൽ നിന്ന് നീ ഒരിക്കലും അതിന്റെ പേരിൽ ഭയക്കരുത്. കാരണം അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും, അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. എന്ത് ചെയ്താൽ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വലിയ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുണ്ട്.